ഈ ഒരു ഡേറ്റ ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. സീരിയൽ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെന്റ് എന്നീ 3 കാര്യങ്ങളാണ് ഈ ഒരു ഡേറ്റയിലുള്ളത്. ഈ ഒരു ഡേറ്റയിലുള്ള കാര്യത്തിന് ഇപ്പുറത്തോട്ട് ഡി എ, ഇ, എഫ് ഇങ്ങനെ ഈ കോളത്തിലോട്ട് നമുക്ക് കൂടുതൽ ഡേറ്റകൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഷീറ്റ് 1ലാണ് ഈ ഡേറ്റ നിൽക്കുന്നത്. ഷീറ്റ് 2വിലും ഷീറ്റ് 3ലും ഷീറ്റ് 4ലും നമുക്ക് ഡേറ്റ എഴുതാനുണ്ട്. എന്നാൽ നമുക്ക് ആദ്യത്തെ ഈ എ ബി സി എന്നുള്ള ഈ കോളത്തിലെ ഈ ഇത്രയും ഡേറ്റകൾ നമുക്ക് കോമൺ ആയിട്ട് ഈ ഷീറ്റ് 2വിലും ഷീറ്റ് 3ലും ഷീറ്റ് 4ലും വേണ്ടതാണ്. ഇപ്പം ധാരാളം ഡേറ്റ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എപ്പോഴും നമുക്കത് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ നോർമലി ചെയ്യുക, അത്രയും ഡേറ്റ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഷീറ്റ് 2വിൽ വരുന്നു പേസ്റ്റ് ചെയ്യുന്നു, ഷീറ്റ് 3ലും പേസ്റ്റ് ചെയ്യുന്നു, ഷീറ്റ് 4ലും പേസ്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു ഷീറ്റ് 1ൽ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഏതൊക്കെ ഷീറ്റിലാണോ ഡേറ്റ വേണ്ടത് ആ ഷീറ്റിൽ വരാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ ഡേറ്റ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഇനി നമ്മൾ ഷീറ്റ് 1ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഷീറ്റ് 2വിലും ഷീറ്റ് 3ലും ഷീറ്റ് 4ലും ഇതേ സെയിം ഡേറ്റ വരണം. അതിനായിട്ട് ഷീറ്റ് 1ൽ നിൽക്കുമ്പോൾ ഞാൻ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ഷീറ്റ് 4 സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക, ഷീറ്റ് 1 തൊട്ട് ഷീറ്റ് 4 വരെയുള്ള ഷീറ്റുകളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ നെയിം നോക്കുക, കരിയർ ഗീക്കിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു സ്ക്വയർ ബാക്കിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഷീറ്റ് 1 തൊട്ട് ഷീറ്റ് 4 വരെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണ് സീരിയൽ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെന്റ്. ശരിയാണ്. നമ്മളിപ്പോൾ ഡേറ്റ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഫോർമാറ്റിംഗ് ഒക്കെ നമ്മൾ നടത്തുകയാണ്. ഒന്ന് സൈസൊക്കെ ഒന്ന് കറക്റ്റാക്കി അലൈൻമെൻറ്റുകളൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനി ഹെഡിങ്ങിന് ബോൾഡാക്കി കളർ കൊടുത്തു, സെൽ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡേറ്റ നമ്മൾ ഷീറ്റ് 1ൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഗ്രൂപ്പാണ്. ഇനി ഷീറ്റ് 2 നോക്കുക, അതേ സെയിം ഡേറ്റ അതേ സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്ക് ബാക്കി ഷീറ്റിലും വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രൂപ്പിംഗ് കളയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വേറൊരു ഷീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രൂപ്പിംഗ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷീറ്റിലും നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഡേറ്റകൾ ബാക്കിയായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ഷീറ്റും കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. എനിക്ക് ഷീറ്റ് 1ലെ ഡേറ്റ ഷീറ്റ് 2വിലും 3ലും വരണ്ട, 4ലും വരണ്ട, 5ലും 6ലും ആണ് കോമൺ ആയിട്ട് വരേണ്ടതെങ്കിൽ നമ്മൾ ആ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുന്നതിന് പകരം ഷീറ്റ് 1ൻ്റെ ഇവിടെ വന്നിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ഷീറ്റ് 5ഉം ഷീറ്റ് 6ഉം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷീറ്റ് 5ഉം ഷീറ്റ് 6ഉം കൂടെ ഒരു ഗ്രൂപ്പിംഗ് ആവും. ഞാനിവിടെ ഒരു എന്തെങ്കിലും ഡേറ്റ എഴുതുകയാണ്. നോക്കുക, ഷീറ്റ് 2വിൽ വരിക, അവിടെ ഗ്രൂപ്പിംഗ് പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആ ഡേറ്റ വന്നിട്ടില്ല. ഷീറ്റ് 1ൽ നോക്കുക, 2വിൽ 3ലും 4ലും വന്നിട്ടില്ല. എന്നാൽ ഷീറ്റ് 5 വരും, അതേ ആ ഡേറ്റ 1223 എന്നുള്ള ആ ഡേറ്റ അവിടെ വന്നിട്ടുണ്ട്. ഷീറ്റ് 5ലും വന്നിട്ടുണ്ട്, ഷീറ്റ് 1ലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇടവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഷീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഷീറ്റുകളാണ് വേണ്ടെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് വേണ്ട ഷീറ്റുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ.